കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പ്രഖ്യാപനം ചെയ്തു. ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വഴി വേണമെന്ന് തിരഞ്ഞെടുക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും തൻ്റെ അടുത്തോട് പറയുക, ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല, ഞങ്ങൾക്ക് ഈ ദൈവത്തെ മാത്രം മതി, ഞങ്ങൾ യഹോവയെ മാത്രം സേവിക്കും. കാരണം വിളിച്ചതാരെന്നറിയാം. തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു, ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. യോശുവേ, ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. നീ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കും എന്ന വാക്ക് പറഞ്ഞ് ജനത്തെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച യോശുവ പിന്നീട് ദൈവത്താൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ കണ്ട് വാഗ്ദത്ത ദേശത്ത് താൻ പ്രവേശിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, യെരിഹോവിൻ്റെ വ്യാപാരമെതിരായി നിന്നു. ശത്രുശക്തികൾ വെല്ലുവിളിച്ചു. അനാക്യശക്തികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ യോശുവയും കാലേബും ഒക്കെ പതറാതെ പറഞ്ഞു, നമ്മൾ ജയിക്കും, നമ്മളത് പിടിച്ചടക്കും. ഈ കരുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രകൃതിയെപ്പോലും നിശ്ചലമാക്കിയ മനുഷ്യനാണ്. ഒരു ദിവസം സൂര്യനെയും ചന്ദ്രനെയും 2 സ്ഥലങ്ങളിൽ ചലിക്കരുതെന്ന് പറഞ്ഞു. ആ വാക്കിന് സ്വർഗം അംഗീകാരം നൽകി. നമുക്കറിയാം, ശത്രു ജയിക്കാതിരിക്കാൻ, ശത്രുവിൻ്റെ ആരവങ്ങളെ തകർക്കാൻ യോശുവയ്ക്ക് വേണ്ടി ദൈവം പ്രകൃതിയെപ്പോലും നിശ്ചലമാക്കി നിർത്തി. ആ ദൈവത്തെ മറന്ന് യോശുവയ്ക്ക് പോകാൻ പറ്റില്ല. യോശുവ പറയുക, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ യഹോവയെ സേവിക്കും. പ്രിയരെ, ആര് മാറിയാലും ആര് പുറകോട്ട് പോയാലും നിങ്ങൾ പറയണം, സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നവരല്ല. ഞങ്ങൾ വിശ്വാസത്തിൽ ശക്തരായി നിൽക്കും, വിശുദ്ധിയിൽ നിൽക്കും, വേർപാടിൽ നിൽക്കും, ദൈവവചന പ്രമാണത്തിനകത്ത് ഞങ്ങൾ നിൽക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഈ ദിവസങ്ങളിൽ ഒരു സമൂഹം തയ്യാറാകട്ടെ. സാഹചര്യങ്ങളൊക്കെ എതിരാകും, എല്ലാവരും കൈവിടും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ചില വിശ്വാസ പ്രമാണങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. നമുക്കറിയാം, അഹരോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു എന്ന് പറഞ്ഞ് മോശ ഒരു പ്രഖ്യാപനം നടത്തി. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഭൂരിപക്ഷം ഗോത്രങ്ങളും അറച്ചു നിന്നപ്പോൾ ലേവി ഗോത്രം പറഞ്ഞു, ഞങ്ങൾ മാറി നിൽക്കാം. ദൈവം ഒരു ഐശ്വര്യമായി അനുഗ്രഹിച്ചു. സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലും, എലിയാവിൻ്റെ കാലഘട്ടത്തിലും ബാലിന് മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ റോമാലേഖനത്തിൽ പറയുന്നു, കൃപയുടെ ഒരു ശേഷിപ്പുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, വിശ്വസ്തയോടെ നിൽക്കുന്ന, പ്രമാണത്തിനു വേണ്ടി നിൽക്കുന്ന, അനുഭവത്തോടെ ജീവിക്കുന്ന, അഭിഷേകത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം എല്ലാ കാലത്തും ദൈവത്തിനോട് നിൽപ്പുണ്ട്. അവരെ ദൈവം കൈവിടില്ല, അവരെ ദൈവം ഉപേക്ഷിക്കില്ല. പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച്, ദേശത്തിൻ്റെ കൾച്ചറിനനുസരിച്ച്, സിസ്റ്റേഴ്സിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ, ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിലും പ്രമാണം വിട്ടവർ നടന്നില്ല. സ്തോത്രം. കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ രാജകീയ ഭോജനം ഞങ്ങൾക്ക് വേണ്ട, അത് മുഖാന്തരം ഞങ്ങൾ അശുദ്ധമാകുമെന്ന് പ്രഖ്യാപിച്ച
ദാനിയേലിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ദാനിയേലിനെ ദൈവം ഉപേക്ഷിച്ചില്ല. ആ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. റോമാൻ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്നു പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഉറപ്പിച്ചു പറയുന്നു. ഒന്ന്, വിശ്വസിക്കുന്നവൻ ലജ്ജിക്കില്ല. യേശു ദൈവപുത്രനാം. യേശു മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവനാ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവിടുത്തെ കൈവശമുണ്ട്. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാര മാർഗമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ലജ്ജിച്ചു പോകുകയില്ല. ഒന്ന്, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. രണ്ട്, യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. പ്രിയരെ, ഓടിച്ചു കളയുവാൻ, ഇല്ലാതാക്കുവാൻ, മുടിച്ചു കളയുവാൻ. നമുക്കറിയാം, മൊർദെഖായി, എസ്തേർ കുലത്തെ മൊത്തം നശിപ്പിക്കാൻ നോക്കിയപ്പോഴും അവർ വിശ്വാസ പ്രഖ്യാപനമായി പട്ടണത്തിൻ്റെ നടുവിൽ അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. ദൈവം അവർ വിശ്വാസത്തെ മാനിച്ചു. നിയമപ്രകാരമല്ലെങ്കിലും വിശ്വാസത്തോടെ എസ്തേർ രാജസന്നിധിയിലേക്ക് ചെന്നു. ദൈവങ്ങളെ ആദരിച്ചു. രാജാവ് പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. കാരണം വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുന്ന ഒരു കുലവും ഇല്ലാതാവില്ല, മുടിഞ്ഞു പോവില്ല. വിശ്വസിക്കുന്നവൻ ആ ദേശത്ത് നിന്ന് ഓടിപ്പോയില്ല. എന്നാൽ തകർക്കാൻ നോക്കിയവൻ തകർന്നു പോയപ്പോൾ വിശ്വസിക്കുന്നവർ അവിടെ ശക്തിയോടെ നിൽക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. അതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവൻ ഉറച്ച് നിൽക്കും. മൂന്ന്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. 4 ദിവസം കഴിഞ്ഞതാണ്, നാറ്റം വെച്ചതാണ്, കല്ല് വെച്ചതാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ്. എന്തോ നടക്കുമെന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷേ വിശ്വസിച്ചാൽ 4-ാം ദിവസവും 4-ാം യാമത്തിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വിളിച്ചു പറയുന്നു. കല്ല് വെച്ചതിൻ്റെ സബ്ജക്റ്റ് ആര് മാറ്റുമെന്ന് ചിന്തിക്കുന്ന സബ്ജക്റ്റ് നാറ്റം വെച്ചു എന്ന് ലോകം പറയുമില്ല. വിശ്വസിക്കുന്നവർ പുറത്തു വരും. വിശ്വസിക്കുന്ന കുടുംബം പുറത്തു വരും. ആ ദേശത്ത് അവർ ഒരടയാളമായി മാറി. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസാധ്യമെന്ന് തോന്നുന്ന, ഭാരമെന്ന് തോന്നുന്ന, മാറത്തില്ലെന്ന് തോന്നുന്ന, ചലിക്കത്തില്ലെന്ന് തോന്നുന്ന, മുമ്പിൽ വിലങ്ങുതടിയായി നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിച്ചാൽ, നിങ്ങളുടെ അകത്ത് നിന്ന് ദൈവശക്തിയുടെ വ്യാപാരം വന്നാൽ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ വന്നാൽ, ചിലത് മുമ്പിൽ നിന്ന് മാറിപ്പോകുകയാണ്. വലുതായിരിക്കാം, ശക്തമായതായിരിക്കാം, ഒരു സാധ്യതയുമില്ലാതായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ വിശ്വസിച്ചാൽ, ആ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ, ആ ഭാരമുള്ള വിഷയം, നിരാശപ്പെടുത്തുന്ന വിഷയം, വിടുതലില്ലെന്ന് നിങ്ങളുടെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇന്നും പകൽ വിശ്വസിക്കാമെങ്കിൽ അത് മാറിപ്പോകുകയാണ്. യെസ്, യേശു അടുത്തത് വിശ്വസിച്ചുകൊണ്ട് കൽപ്പിച്ചാൽ തുറന്നു വരും. യേശു വിശ്വസിച്ചു. നമുക്കറിയാം, ഉയരത്തിലേക്ക് നോക്കി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞൊരു പ്രസ്താവന, കർത്താവേ, അങ്ങ് എൻ്റെ അപേക്ഷ കേൾക്കും എന്ന് എനിക്കറിയാം, ഇപ്പോഴും അറിയാം. പക്ഷേ ഈ ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കണം. കർത്താവിൻ്റെ വിശ്വാസം അത്ഭുതങ്ങൾ ചെയ്തു. തുറന്നു വരേണ്ട കല്ലറ തുറന്ന് ലാസർ പുറത്തു വന്നു.
നോക്കൂ, പക്ഷവാത രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം നിന്റെ സബ്ജക്റ്റ് അതുപോലെ മടക്കിക്കൊണ്ടു പോകത്തില്ലെന്ന് ആഴമായി വിശ്വസിച്ചാൽ അത് എഴുന്നേൽക്കും. ഒത്തിരി സ്ട്രെയിൻ എടുത്ത് അവരിവിടെ കൊണ്ടുവച്ചത് വീടിൻ്റെ മേൽക്കൂര ഇറക്കിയ യേശുവിൽ. പക്ഷേ അവർക്കറിയാം മുമ്പിലോട്ട് ഈ സബ്ജക്റ്റ് വെച്ചാൽ തിരിച്ചതുപോലെ കൊണ്ടുപോകത്തില്ല. കൊണ്ടുവന്നവർ പ്രിയരെ, നിങ്ങളുടെ വിഷയം ചുമന്നുകൊണ്ട് വന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം ചിലതിനെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുകയാണ്. നടക്കാത്ത ചിലതിനെ, മൂവ് ചെയ്യാൻ പറ്റാത്ത ചിലതിനെ, ലോകം എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ സബ്ജക്റ്റിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. വിളിച്ചു പറ, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല. വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിച്ചാൽ തുറക്കാത്ത കല്ലറകൾ തുറക്കും. വിശ്വസിച്ചാൽ എഴുന്നേൽക്കാത്തത് എഴുന്നേൽക്കും എന്ന് ഇന്ന് പകൽ പ്രഖ്യാപിക്കൂ. അത്ഭുതം സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. പിതാവേ, ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. വിടുതലായി പരിണമിക്കട്ടെ. ചിലത് തുറക്കട്ടെ, ചിലത് മാറിപ്പോകട്ടെ, ചിലത് ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ലജ്ജകളെ മാറ്റുന്ന വിശ്വാസം അകത്ത് ഞങ്ങളുടെ വിശ്വാസം കത്തുമ്പോൾ ലജ്ജിച്ചു പോകാതെ വണ്ണം ഞങ്ങളെ മാന്യതയോടെ നടത്തുന്നതിന് സ്തോത്രം. വിടുതലുകൾ സംഭവിച്ചതിന് സ്തോത്രം. സൗഖ്യം വ്യാപരിച്ചതിന് സ്തോത്രം. ബലം വ്യാപരിച്ചതിന് സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചതിന് സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകില്ല, ഓടിപ്പോകില്ല. വിശ്വസിക്കുന്നവൻ എഴുന്നേൽക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ